പ്രൈസ് ദി ലോർഡ്. എല്ലാ ആത്മീയ വിശ്വാസികൾക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മത്തായിയുടെ സുവിശേഷം 11 അധ്യായം 25 തൊട്ട് 12 അധ്യായത്തിൻ്റെ 8 വാക്യം വരെ ഉള്ള നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൽ യേശു ക്രിസ്തുവിൻ്റെ താഴ്മയും അതോടെ വിശ്രമത്തിൻ്റെയും അതുപോലെ ശബത്തിൻ്റെയും കാര്യത്തെപ്പറ്റിയാണ് അതിൻ്റെ അകത്ത് മൊത്തം എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ വളരെ ആധ്യാത്മികപരമായ സന്ദേശമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടാൻ പോകുന്നത്. ഇത് നമ്മുടെ ഈ ഉപവാസ സമയത്ത് ഈ ആധ്യാത്മിക ജീവിതത്തിൽ വേണ്ടി അത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളിത് കാണുന്നത്. ഇതിൻ്റെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ യഹൂദന്മാർ പരീശികൾ എപ്പോഴും ഉണ്ടല്ലോ, അവരവരുടെ വ്യവസ്ഥയെ പറ്റിയാണ്, അവർ കൂടുതൽ നിയമങ്ങളെ പറ്റിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് അവർ അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ജീസസ് ക്രൈസ്റ്റ് നമ്മളെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞാൽ നിയമത്തിനേക്കാട്ടി ഉപരിയായിട്ട് അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ താഴ്മ വേണം, വിശ്വാസം വേണം, ദയ വേണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഇതിൻ്റെ മൂന്ന് രീതിയിൽ നമ്മളിതിനെ ചിത്രീകരിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഒന്നാമത്തെ കാര്യം 11 അധ്യായം 25 തൊട്ട് 27 വരെ ഉള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ യഹോവയുടെ താഴ്മയുടെ രഹസ്യം എന്താണെന്ന് നമുക്ക് അവിടെ പ്രകടമാകുന്നുണ്ട്. അത് രണ്ടാമത്തെ ഭാഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ നമ്മളെ വിശ്രമം കൊള്ളാനായിട്ട് പറയുന്നത് 11 അധ്യായത്തിൽ 28 തൊട്ട് 30 വരെ നമ്മൾ കാണുന്നുണ്ട്. ആ മൂന്നാമത്തെ ഭാഗം 12 അധ്യായത്തിൽ 1 തൊട്ട് 8 വരെ നമ്മൾ ശബത്തിൻ്റെ ദിവസം എങ്ങനെ ആചരിക്കണം എന്നുള്ള വിഷയമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ 11 അധ്യായം 25 തൊട്ട് 27 വരെയുള്ള വാക്യത്തിൽ നമ്മൾ അടിസ്ഥാനമാക്കി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതാണ്. യേശുക്രിസ്തു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൈവമാകുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറയണം എന്നുള്ളത്. അതുകൊണ്ടൊപ്പം തന്നെ നമ്മൾ ഈ അറിവുള്ളവരും അതുപോലെ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരെ നിന്ന് ഇതിൻ്റെ രഹസ്യം ഒളിച്ചു വച്ചിരിക്കുകയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പിശാചിക ശക്തികൾ ഈ ഭൂലോകത്തുള്ള കാലത്തോളം ഇതിൻ്റെ രഹസ്യം എന്തുവാണെന്ന് നമ്മൾ യഹോവ ഒളിച്ചു വച്ചിരിക്കുന്നത്. അത് നമുക്ക് പ്രകടമാകണമെന്നുണ്ടെങ്കിൽ ബാലന്മാരെ പോലുള്ള ഹൃദയമുള്ളവരായിത്തീരണം എന്നാണ് അവിടെ പറയപ്പെടുന്നത്. രണ്ടാം ഭാഗത്തിൽ പറയുന്നത്, അതായത് യഹോവയ്ക്ക് ഈ കാര്യം നല്ലതായിട്ട് മനസ്സിലായി തോന്നി, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പ്രകടമാക്കുന്നത്. ബാലന്മാരുടെ സ്വഭാവ രീതിയിൽ മാത്രമേ നമുക്കത് ഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം എൻ്റെ പിതാവ് എന്നെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പുത്രനെ പറ്റി അറിയുന്നില്ലെങ്കിൽ എൻ്റെ പിതാവിനെ പറ്റിയും നിങ്ങൾ അറിയാൻ സാധ്യതയില്ല. പുത്രനെ നിങ്ങൾ അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുത്രനിൽ കൂടെ പിതാവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഈ വചനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്നേരം ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ഹൃദയത്തിനെ നമ്മൾ ബാലന്മാരുടെ കൂട്ട് ലോലമുള്ളതും അല്ലെങ്കിൽ താഴ്മയുള്ളതും അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മനസ്ഥിതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അറിവിനെ നമ്മൾ ഗ്രഹിക്കാൻ വെറും ബുദ്ധിയുടെ ആവശ്യമില്ല, സത്യത്തിൻ്റെ പുറത്ത് നമ്മൾ നടക്കുന്നവരായിത്തീരണം. അങ്ങനെ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്കൊക്കെ കാണാൻ സാധിച്ചത്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഈ മീൻപിടുത്തക്കാരെയും അല്ലെങ്കിൽ തടിയറപ്പുകാരെയും ഒക്കെയാണല്ലോ അറിവില്ലാത്ത പഠിത്തമില്ലാത്ത ആൾക്കാരെയാണല്ലോ ഈ കാര്യത്തിന് ശിഷ്യനായിട്ട് എടുത്തത്. അവരെത്ര ഉത്തമമായിട്ട് ആ കാര്യങ്ങൾ അവർ നിർവഹിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന വിഷയമാണ്. അപ്പം നമ്മൾ നമ്മുടെ താഴ്മയുടെയും ഒരു സിമ്പിൾസിറ്റി ആയിട്ടുള്ള ഹൃദയം നമ്മൾ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക് യഹോവയെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്.
ഇതിനെ സംബന്ധിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈ പ്രകാരമാണ് പറയുന്നത്. അതായത് 10-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആ സമയത്ത് പവിത്രാത്മാവ് കൊണ്ട് അവൻ ആനന്ദം കൊണ്ട് നിറഞ്ഞിരിക്കും. എൻ്റെ പിതാവ് സ്വർഗവും പൃഥ്വിയിൽ ഭൂമിയുടെയും പിതാവാകുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നന്ദി പറയുന്നു. അതുപോലെ അപ്പോൾ തന്നെ ജ്ഞാനികളും അറിവുള്ളവരും നിന്ന് ഈ ജ്ഞാനത്തെപ്പറ്റി ഒളിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ബാലന്മാരെ പോലെ നമ്മുടെ ഹൃദയമാക്കി തീർക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അറിവുകൾ നമുക്ക് ഗ്രഹിക്കപ്പെടും. ഇത് നമ്മൾ ഇപ്പം വായിച്ചത് തന്നെയാണ്, മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ യാക്കോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത് നമ്മളൊന്ന് നോക്കാം. പരിശോധിക്കുമ്പോൾ കാണുന്നത്, അവന് എനിക്ക് അനുഗ്രഹം തരുന്നു. അതുകൊണ്ട് ഇത് എഴുതി വച്ചിരിക്കുന്നത്, യഹോവ അഭിമാനികൾക്ക് എതിരായിട്ടാണ് എപ്പോഴും നിന്നിട്ടുള്ളത്. അതുകൊണ്ട് പക്ഷേ അനുഗ്രഹം എല്ലാവർക്കും അതുകൊണ്ട് കിട്ടുന്നുണ്ട്. അതായത് ഈ താഴ്മയുള്ളവരും അതുപോലെ തന്നെ അഭിമാനികൾ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ അത് അറിവ് നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. ആ അറിവ് നമുക്ക് ഗ്രഹിച്ചെടുക്കുവാനായിട്ടാണ് നമുക്കിന്ന് നോക്കേണ്ടത്. നമ്മുടെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്, യഹോവ അഭിമാനികളായിട്ടുള്ളവരും പൊങ്ങച്ചമുള്ളവരും അല്ലെങ്കിൽ നമ്മൾ സ്വയം വിദ്വാനാണെന്ന് നമ്മൾ ധരിക്കുന്നവരും അങ്ങനെയുള്ളവരെ ഉണ്ടല്ലോ യഹോവ ഇഷ്ടപ്പെടുന്നില്ല. അതേ നേരെ മറിച്ച് ബാലനെ പോലെ ജീവിക്കുന്നവരും ആ വിശ്വാസത്തിൽ ജീവിക്കുന്നവരും മാത്രമേ യഹോവ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഇതിൻ്റെ 2-ാം ഭാഗത്തിൽ നമുക്ക് കാണുമ്പോൾ 11-ാം അധ്യായത്തിൽ 28 തൊട്ട് 30 നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രകാരമാണ് പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത് അത് നമുക്ക് പരിശോധിക്കാം. എല്ലാ അധ്വാനിക്കുന്നവരെ, അതുപോലെ ഭാരത്തിൽ അമങ്ങി നിൽക്കുന്നവരെ എൻ്റെ അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രാമം തരാം. എൻ്റെ ശിക്ഷണത്തിൽ എൻ്റെ ഞാൻ തന്നിരിക്കുന്ന വചനങ്ങൾ അല്ലെങ്കിൽ ശിക്ഷകൾ നിങ്ങൾ നിങ്ങളുടെ മണ്ടയിൽ എടുക്കുകയും എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ താഴ്മയുള്ളതും അതും മനസ്സിൽ താഴ്മയുള്ള മനസ്ഥിതി വയ്ക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവരോട്. നിങ്ങളും ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വിശ്രമം കിട്ടും. അതുകൊണ്ട് എൻ്റെ പഠിത്തം, എൻ്റെ ശിക്ഷണം എന്ന് പറയുന്നത് വളരെ സാധാരണയും അതുപോലൊപ്പം നാട്ടുകടപ്പനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാത്രം ശിക്ഷണമാണ് യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത്. അല്ലാതെ വലിയ ഭാരമൊട്ട് നമുക്ക് തന്നിട്ടില്ല. ഇവിടെ ഭാരം ചുമക്കുന്നവരെ അധ്വാനിക്കുന്നവരെ എൻ്റെ അടുത്ത് വരുവീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. എന്തിനാണ് അധ്വാനിക്കുന്നത്? നമ്മൾ അധ്വാനിക്കുന്നത് ഈ ലൗകികമായ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ലൗകികമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത് എന്താണ് വെച്ചാൽ, നമ്മുടെ സ്വസൗകര്യത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നില്ല. അപ്പം നമ്മൾ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ പക്ഷേ ഈ ലൗകിക സുഖത്തിന് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആത്മീയപരമായ സുഖങ്ങൾ നമുക്ക് കിട്ടുന്നില്ല അവിടെ. അപ്പോൾ നമ്മൾ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നമ്മൾ പാപത്തിലും ഒക്കെ ആയി തീർന്നു കഴിയുമ്പോൾ ഭാരം ചുമക്കുന്നു പറഞ്ഞാൽ പ്രയാസത്തിൻ്റെ ഭാരം, അല്ലെങ്കിൽ നമ്മുടെ പാപത്തിൻ്റെ ഭാരം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ക്രൂരതയുടെ പാപം, ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഈ ഭാരവും ഈ ബുദ്ധിമുട്ടും എല്ലാം നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അനന്തവിശ്രമം നമുക്ക് കിട്ടുന്നില്ല.
ആ വിശ്രമം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, സമാധാനവും ശാന്തിയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഈ യേശുക്രിസ്തുവിലേക്ക് അടുത്ത് കഴിയുമ്പോൾ വചനപ്രകാരം യേശുക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും താഴ്മയുടെയും വിശ്വാസത്തിൻ്റെയും പഠനം പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനും യേശുക്രിസ്തുവിലേക്ക് അടുത്ത് കഴിയുമ്പോൾ ഈ ലൗകിക ജീവിതത്തിനെ നമ്മൾ വിട്ടിട്ട് ആത്മീയപരമായ ജീവിതത്തിലേക്ക് നമ്മൾ തിരിയും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ടും നമുക്ക് ഈ പറയുന്ന നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും സ്നേഹവും നമുക്ക് ലഭിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് വിശ്രാമവും ശാന്തി സമാധാനവും കിട്ടുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ അകത്ത് ഈ പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 27 വാക്യത്തിൽ, യോഹന്നായുടെ പുസ്തകത്തിൽ 27 അധ്യായത്തിൽ എന്താണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ പറയുന്ന ഇതാണ്, അതായത് 14 അധ്യായം 27 വാക്യത്തിൽ പറയുന്ന ഇതാണ്. എന്താണ് പറയുന്നത്? ഞാൻ നിനക്ക് സമാധാനം തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇത് ലോകം തരുന്ന പോലല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതേസമയം അതുകൊണ്ട് നിൻ്റെ മനസ്സ് ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല, നീ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് ലോകം തരുന്ന മാതിരിയുള്ള സമാധാനമല്ല യേശുക്രിസ്തു നമുക്ക് തരുന്നത്. നമുക്ക് നേരെ മറിച്ച് നമുക്ക് കിട്ടുന്ന സമാധാനം അറിയാം, ആത്മീയപരമായ സമാധാനമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്നത്. പ്രയാസഘട്ടത്തിൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് യേശുക്രിസ്തുവിലേക്ക് അടുത്ത് കഴിയുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിലേക്ക് അടുത്ത് കഴിയുമ്പോൾ സമാധാനം ലൗകിക സമാധാനം പോലല്ല. നമുക്കിപ്പം എല്ലാ സുഖസൗകര്യവും ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും സമാധാനം കിട്ടുമെന്ന്. പക്ഷേ ആ എല്ലാ ലൗകിക സുഖങ്ങളെല്ലാം ഈ ഭൗതികപരമായ സുഖങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ പേടിയും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് അശാന്തമായ രീതിയിലുള്ള പ്രയാസങ്ങളുമുണ്ട്. പക്ഷെ ആ പേടിയ അശാന്തമായ ലൗകിക ഭൗതികപരമായ ജീവിതത്തിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് യഹോവയിലേക്ക് അടുക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ആ അശാന്തിക്കകത്ത് നമുക്കൊരു ശാന്തി സമാധാനം കണ്ടെത്താനായിട്ട് നമുക്ക് യേശു ക്രിസ്തുവിലേക്ക് അടുക്കുമ്പോൾ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അശാന്തമായ മനസ്സും അല്ലെങ്കിൽ അശാന്തമായ ഹൃദയം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് മോശമായ രീതിയിൽ പെരുമാറി കഴിയുമ്പോൾ നമുക്ക് ശാന്തി സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിലേക്ക് അടുക്കണം. ഇതാണ് അവിടെ പറയപ്പെടുന്നത്. അത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം സങ്കീർത്തനത്തിൽ 55:22 പറയുന്നത്. ഭാരം ചുമക്കുന്നവർ എന്നിലേക്ക് നീ സമർപ്പിക്കപ്പെട. ഇതായത് 55:22 എന്താ പറയുന്നത്? അവരവരുടെ ഭാരം യഹോവയുടെ മണ്ടയിൽ ഇട്ടേക്കുക. യഹോവ നിന്നെ ബാലൻസ് ചെയ്യും, നിന്നെ സൂക്ഷിച്ചോളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ധർമ്മത്തിനനുസരിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുന്നവരെ യേശുക്രിസ്തു എപ്പോഴും കാത്തു സൂക്ഷിക്കും എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഭാരം ചുമക്കുന്നവരായിട്ടുള്ളവർ, പാപത്തിൻ്റെ ഭാരം ചുമക്കുന്നവരായിട്ടുള്ളവർ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് യേശുവിൻ്റെ ശിക്ഷണം, വചനത്തിൻ്റെ ശിക്ഷണം നമ്മൾ സ്വീകരിക്കണം. യേശുവിൻ്റെ വചനത്തിൻ്റെ ശിക്ഷണം എന്ന് പറയുമ്പോൾ വളരെ താഴ്മയും ലോലമായ ശിക്ഷണമാണ്. എന്താണത്? സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ശിക്ഷണം മാത്രമേ ഉള്ളൂ. ആ ശിക്ഷണത്തിൽ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ ശാന്തി സമാധാനം കിട്ടും. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ സബത്തിൻ്റെ ജീവിത കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് യേശുവിൻ്റെ സബത്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ കഥ നമുക്കറിയാവുന്ന കാര്യമാണ്. യേശു ക്രിസ്തു ഒരു കൃഷിപ്പാടത്തിൽ കൂടെ നടക്കുമ്പോൾ ശിഷ്യന്മാർക്ക് വിശപ്പ് കയറിയപ്പോൾ അവരവിടെ നിന്ന ധാന്യങ്ങളൊക്കെ പറിച്ച് അവർ വായിലോട്ട് കഴിക്കുന്നു. അപ്പം പരീശന്മാർ കണ്ടപ്പോൾ അവർ പറയുന്നു, നിൻ്റെ ശിഷ്യന്മാർ കണ്ടില്ലേ ഈ സബത്തിൻ്റെ ദിവസി ഈ ധാന്യം പറിച്ച് തിന്നുന്നത്? അപ്പം ഇത് ആ നിയമത്തെ വെട്ടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ യേശു ക്രിസ്തു പറയുന്നു, നിൻ്റെ പിതാവായ ദാവൂദ് രാജാവ് അദ്ദേഹം എന്നെ പ്രഭു എന്നാണ് വിളിച്ചിട്ടുള്ളത്. അദ്ദേഹം മനസ്സിലാക്കിയിരുന്ന പ്രഭു എന്ന് പറയുന്നത് അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ആൾക്കാർക്ക് വിശപ്പ് കയറിയ സമയത്ത്, അതായത് എന്താ, നമ്മുടെ ബലിപീഠത്തിൽ വെച്ചിരിക്കുന്ന റൊട്ടിയെടുത്ത് അദ്ദേഹം കഴിച്ചതായിട്ടുള്ള നീ മനസ്സിലാക്കിയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം വിശപ്പ് കയറുമ്പോൾ, മനുഷ്യന് വിശപ്പ് കയറുമ്പോൾ റൊട്ടിയെടുത്ത് കഴിക്കുന്നത് അത് ഒരു നിയമവിരുദ്ധമല്ല, അത് ജീവിതത്തിൻ്റെ ആവശ്യമാണത് എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നീ ശബത്തിൻ്റെ ദിവസം നിങ്ങൾ ഈ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ആ മന്ദിരത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് നിങ്ങൾ നിർദോഷരാകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ താഴ്മയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ജീവിച്ച് കഴിയുമ്പോൾ, അവിടെ നിങ്ങളുടെ ഈ സ്നേഹത്തിൻ്റെയും താഴ്മയുടെയും ജീവിതം ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ അവിടെ നിർദോഷരായി മാറുന്നില്ല. അതുകൊണ്ട് ബലിപീഠത്തിൽ ബലി കഴിപ്പിക്കുന്നതിനെക്കാട്ടിയും വലിയത് ഈ നിൻ്റെ ശബത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും മറ്റുള്ളവരെ ദയ കാണിക്കുന്നതുമാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അത് ഇടാതെ ലാസ്റ്റിൽ പറയുന്നത് ഇതാണ്: മനുഷ്യൻ്റെ പുത്രൻ ഇവരുടെ കൂടെ ഉള്ള കാലത്തോളം അവർക്ക് ശബത്ത് എടുക്കേണ്ട കാര്യമില്ല എന്ന്. അതായത് യേശു ക്രിസ്തു സാക്ഷാൽ യഹോവയാണ്, യഹോവയുടെ പുത്രനാണ്. അപ്പോൾ യേശു ക്രിസ്തു അവിടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ശബത്ത് എടുക്കുന്നത്? ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ ഞാൻ ഉള്ള സമയത്ത് എൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പരീക്ഷന്മാർ അന്ന് വിശ്വസിച്ചില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളും വിശ്വസിക്കുന്നില്ല. നമ്മൾ യേശു ക്രിസ്തു ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധന കാണുന്നുണ്ട്, വചനങ്ങൾ കേൾക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അനുസരിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നില്ല. ഇന്ന് യേശു ക്രിസ്തു നമ്മുടെ കൂടുണ്ട്. പവിത്രാത്മാവ്, യേശു ക്രിസ്തുവിൻ്റെ പവിത്രാത്മാവ് ഇന്ന് നമ്മുടെ കൂടെയുള്ള സമയത്ത് നമ്മൾ അത് വിശ്വസിക്കുന്നില്ല, യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്. നമ്മളത് മനസ്സിലാക്കാതെ, നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ക്രമപ്പെടുത്താതെ, നമ്മുടെ ജീവിതത്തിനെ നമ്മൾ അതിന് അനുയോജ്യമായ രീതിയിൽ നടത്താതെ, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിനെ നമ്മൾ അനുകരിക്കാതെ നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതമല്ല നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്. അതായത് യേശു ക്രിസ്തു പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 12-7 വാക്യത്തിൽ പറയുന്നത്, ഞാൻ ബലിദാനം കൊണ്ടല്ല ഞാൻ സന്തോഷിക്കുന്നത്, ഞാൻ നേരെ മറിച്ച് മറ്റുള്ളവരോട് ദയ കാണിക്കുമ്പോഴാണ് ഞാൻ അത് വിശ്വസിക്കുന്നത് എന്നാണ് അവിടെ പറയപ്പെടുന്നത്. യഹോവ നിയമം കൊണ്ടല്ല ഇഷ്ടപ്പെടുന്നത്, ദയയുടെയും കരുണയുടെയും ജീവിതമാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സബത്ത് മനുഷ്യന് വേണ്ടിയുള്ളതാണ്, അല്ല മനുഷ്യൻ സബത്തിന് വേണ്ടിയുള്ളതല്ല എന്നൊക്കെയാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക, ഗോസ്പൽ നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 27 എന്താണ് നമുക്ക് ഇതിനെ വിഷയത്തിൽ നമുക്ക് തന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2-ാം അധ്യായത്തിൻ്റെ 27 നമുക്ക് പറയുന്നത് ഈ പ്രകാരമാണ്. എന്താണ് പറയുന്നത്? സബത്തിൻ്റെ ദോസി മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ല മനുഷ്യൻ സബത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ പുത്രൻ മനുഷ്യൻ്റെ പുത്രൻ സബത്തിൻ്റെ ദിവസത്തിൻ്റെ സ്വാമി ആയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ യേശു ക്രിസ്തു സാക്ഷാൽ ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് ഈ മനുഷ്യപുത്രൻ്റെ ഉള്ളപ്പോൾ നമുക്ക് ശബത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലായി? അപ്പോൾ ഇതാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു കഥ വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഹോശേയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം നമുക്ക് 6-ാം വാക്യം ഇങ്ങോട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 6-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ബലിദാനം കൊണ്ടല്ല ഇഷ്ടപ്പെടുന്നത്, നേരെ മറിച്ച് സ്ഥിരമായ സ്നേഹത്തിൻ കൊണ്ടാണ് ഞാൻ സന്തോഷിക്കപ്പെടുന്നത്. അത് ഹോമബലി ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ യഹോവയുടെ ജ്ഞാനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുവീൻ എന്നാണ് പറയപ്പെടുന്നത്. ഹോമബലി വൈദ്യം കൊണ്ടൊന്നും യേശു ക്രിസ്തു വലിയ താല്പര്യമില്ല. അതേസമയം നമ്മുടെ യഹോവയുടെ ജ്ഞാനങ്ങൾ നമ്മുടെ ഉള്ളിൽ വയ്ക്കുക കഴിയുമ്പോൾ യഹോവ നമ്മളെ ഇഷ്ടപ്പെടുന്നു. ഇതാണ് അവിടെ കാണപ്പെടാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തും നമുക്ക് മനസ്സിലാക്കേണ്ട ഇതാണ്, നമ്മുടെ ഈ ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗ്രാമത്തിൽ 2 വ്യക്തികളുണ്ട്, 2 പേരും ചർച്ചിൽ പോകുന്നുണ്ട്. ആദ്യത്തെ വ്യക്തി നിയമത്തിൽ കൂടെ ചർച്ചിൽ പോയി ഉപവാസിക്കുന്നുണ്ട്, പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, മറ്റേ വ്യക്തിയെ നിന്ദിക്കുന്നുണ്ട്. അപ്പം
മറ്റൊരു വ്യക്തി പോകുന്നവൻ, അവൻ പാപിയാണ്, അവന് പാവപ്പെട്ടവനാണ്, അവന് മനസ്സ് വളരെ താഴ്മയുള്ള ഒരു സാധാരണ മനസ്സുമാണ്. അദ്ദേഹം യേശുവിനോട്, യഹോവയോട് പ്രാർത്ഥിക്കുക, പ്രഭുവേ, ഞാൻ വളരെ താഴ്മയുള്ളവനാണ്, എന്നെ നീ നിൻ്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു, നീ എന്നെ സൂക്ഷിച്ചോളെ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് യഹോവ അനുഗ്രഹം ആ വ്യക്തിക്ക് കിട്ടുന്നു. നേരെ മറിച്ച് ആ പണക്കാരന് ആ യഹോവയെ കിട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, പിന്നീട് ചോദിച്ച് മനസ്സിലായപ്പോൾ മനസ്സിലായി, ഇടാ, യഹോവയെ കാണണമെന്നുണ്ടെങ്കിൽ പണം ഉണ്ടായതുകൊണ്ട് അർത്ഥമില്ല, യഹോവയെ കാണണമെന്നുണ്ടെങ്കിൽ താഴ്മയും ദയയും ഉണ്ടായിരിക്കണമെന്ന്. അങ്ങനെ ആ മനുഷ്യനും ജീവിതത്തിൽ വ്യത്യാസപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഇതാണ്, ജീസസ് ക്രൈസ്റ്റ് വിശ്രാമവും ദയയെപ്പറ്റിയാണ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ താഴ്മയെ നമ്മൾ യഹോവയുടെ ജ്ഞാനത്തിൽ കൂടെ നമുക്ക് താഴ്മയാണ് പഠിക്കാൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ഭാരം ചുമക്കുന്നവരും അധ്വാനിക്കുന്നവരും എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രാമം തരാമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ യഹോവയിലേക്ക് നമ്മൾ അടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾക്ക് യഹോവയുടെ നിയമത്തെക്കാട്ടി യഹോവ കൂടുതൽ ദയ ചെയ്യുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ സബത്തിൻ്റെ നമ്മുടെ ഈ ഉപവാസത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇന്ന് പ്രധാനപ്പെട്ട ശിക്ഷ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, ഹൃദയത്തിൻ്റെ താഴ്മയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിനെ വ്യത്യസ്തപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് ദീനമായിട്ട് താഴ്മയിൽ നമ്മൾ ജീവിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. ഉപവാസം കൊണ്ട് നമ്മുടെ ഭാരങ്ങളെ യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ പാപത്തിൻ്റെ ഭാരം യേശുവിലേക്ക് സമർപ്പിക്കണം. നമുക്ക് മറ്റുള്ളവരോട് ദയ കാണിക്കാത്തയും കരുണ കാണിക്കാത്തയും അതിൻ്റെ ഭാരം നമ്മൾ യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് കൊടുക്കണം. ഇതാണ് ഈ ഉപവാസത്തിൽ നമുക്ക് ചെയ്യേണ്ടത്. നമ്മളത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ഭാരവും നമുക്ക് ബുദ്ധിമുട്ടും പരേശാനികളും എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് നമ്മൾ ദയ കാണിക്കുകയും സ്നേഹം കാണിക്കുകയും നമ്മൾ ചെയ്യുമ്പോൾ യേശു ക്രിസ്തു ഈ സമയത്ത് നമുക്ക് ശാന്തി സമാധാനം തരുമെന്നാണ് വചനം പറയപ്പെടുന്നത്. നമുക്കിതിൽ എങ്ങനെ കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതെങ്ങനെയാണ്, യഹോവേ, നീ എൻ്റെ ഈ ഭാരം, ഈ പാപത്തിൻ്റെ ഭാരം, ഈ കഷ്ടപ്പാടിൻ്റെ ഭാരം, ഈ ലൗകിക ജീവിതത്തിൻ്റെ ഭാരം നീ ഉണ്ടല്ലോ, നിന്നിലേക്ക് ഞാൻ തരുന്നു, നീ അതങ്ങ് എടുക്കണമേ, എനിക്ക് നിൻ്റെ ആധ്യാത്മിക സന്തോഷവും സമാധാനവും എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യമുള്ളവർക്ക് എന്തെങ്കിലും നിവൃത്തികെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. മൂന്നാമതായിട്ട് നമുക്ക് താഴ്മയും ദയയും ചെയ്യാനായിട്ട് നിരന്തരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ ഒരാളിനോട് താഴ്മ കാണിക്കണം, ഒരാളിനോട് ദയ കാണിക്കണം, അതിന് നിരന്തരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അത് നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. യേശു ക്രിസ്തു ഈ വചനത്തിൽ കൂടെ പറഞ്ഞ വചനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവയ്ക്ക് കഠിനമായ നിയമങ്ങളൊന്നും ഇഷ്ടമല്ല, നേരെ മറിച്ച് താഴ്മയുള്ള ഹൃദയവും വിശ്വാസവും ദയവും കാണിക്കുന്നവരെ മാത്രമേ യേശു ക്രിസ്തുവിന് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളവർ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവർ ആധ്യാത്മികമായ വിശ്രാമം അവർക്ക് കിട്ടുന്നു, അവർക്ക് ശാന്തി സമാധാനവും കിട്ടുന്നു. ഈ വചനം നമുക്കെല്ലാവർക്കും നോമ്പ് സമയത്ത് പ്രയോജനപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവരും ഈ സമയത്ത് സന്തോഷകരമായി ഈ വചനപ്രകാരം നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തി ദയയും ശാന്തി സമാധാനവും നമുക്ക് എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ മറ്റുള്ളവരെ പരോപകാരം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് അത് പ്രവർത്തിക്കാനും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. ഗോഡ് ബ്ലെസ് ടു ഓൾ.